PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന്റെ സിലബസിൽ കോഓപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് 2 മൊഡ്യൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഈ 2 മൊഡ്യൂളുകളിലും പെടാത്ത സെക്ഷൻസും ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി സെക്ഷൻസ് നമുക്ക് പഠിച്ചു വെക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KCS ആക്ടിൻ്റെ 25 മുതൽ 64 വരെയുള്ള സെക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. ഒരു മെമ്പറുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. In the case of death of a member, the society shall transfer shares to the nominee or legal representative of the deceased member. ഒരു മെമ്പർ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഷെയർ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 25 പറയുന്നത്. 26 ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. മരണപ്പെട്ട ഒരു അംഗത്തിൻ്റെ ലയബിലിറ്റി 3 വർഷത്തേക്കാണ് നിലനിൽക്കുന്നത്. ഇതാണ് സെക്ഷൻ 26 പറയുന്നത്. നേരത്തെ 2 വർഷം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. KCS അമെൻമെൻറ്റ് 2023 ആക്ട് പ്രകാരമാണ് 2 വർഷം എന്നുള്ളത് 3 വർഷമായി മാറിയത്. അപ്പം മരണപ്പെട്ട ഒരു മെമ്പറുടെ ലയബിലിറ്റി 3 വർഷമാണ് നിലനിൽക്കുന്നത്. സെക്ഷൻ 26 പറയുന്നു ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. സെക്ഷൻ 27 ജനറൽ ബോഡി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 27. 27(2) റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 27(2) പറയുന്നു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 താലൂക്ക് ഓർ മോർ. ഒരു താലൂക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് നോട്ട് ലെസ് ദാൻ 1000, 1000-ൽ കുറയരുത്. 5 വർഷം ആയിട്ടുണ്ടാവണം സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട്. മിനിമം മെമ്പേഴ്സ് ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി 50, മാക്സിമം മെമ്പേഴ്സ് ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി 500. അത് ഓർത്ത് വെക്കുക. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ മിനിമം മെമ്പേഴ്സ് 50-ഉം മാക്സിമം 500-ഉമാണ്. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, മാനേജിങ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 28-ലാണ്. 28(b)ലാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് മാനേജിങ് കമ്മിറ്റിയുടെയും അതുപോലെ പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഒക്കെ ഇലക്ഷൻ നടത്തുന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28(b). 28(a)(b)ലാണ് പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ജസ്റ്റ് എബവ് 50% ആണ്. കോറത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 28 സബ്സെക്ഷൻ 5-ലാണ്. അതാണ് സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. ഇത് പറയുന്നത് സെക്ഷൻ 29-ലാണ്. KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രകാരം ഒരു അഡീഷൻ വരുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ. രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഓർ DCA ആൻഡ് any other person authorized by him shall have the right to attend the meeting of the committee or general body of any society. ഏതൊരു സൊസൈറ്റിയുടെയും ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പവർ രജിസ്ട്രാർക്കോ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ ഉണ്ട് എന്നാണ് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അമെൻമെൻറ്റ് ആക്ട് 2023 പ്രകാരം DCAയ്ക്കും DCA അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കുമെന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു സൊസൈറ്റിയുടെയും ജനറൽ ബോഡി മീറ്റിങ്ങിലും മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലും പങ്കെടുക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ DCAയ്ക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ ഉണ്ടായിരിക്കുന്നതാണ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്.
സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണം, ഒരു മെമ്പറെ എക്സ്പെല് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യണം. രജിസ്ട്രാർക്കോ മാനേജിംഗ് കമ്മിറ്റിക്കോ ഒക്കെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. അപ്പം സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 31 നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ എ സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റികളുടെയും അപ്പെക്സ് സൊസൈറ്റികളുടെയും മാനേജിംഗ് കമ്മിറ്റിയിൽ ഉള്ള ഗവൺമെൻറ് നോമിനീസിനെ കുറിച്ചാണ് സെക്ഷൻ 31 പറയുന്നത്. ഗവൺമെൻറ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ 2 persons ഇൻ ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. എത്ര നോമിനീസിനെയാണ് ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത്? നോട്ട് മോർ ദാൻ 2 persons. 2 മാക്സിമം ആണ്, 2ൽ കൂടരുതെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ 2 persons ഇൻ ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. The government nominee shall not be eligible to hold the office of the president or chairman or vice chairman or vice president of the apex or central society. ഗവൺമെൻറ് നോമിനീസിന് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ ഈ ഒരു പോസ്റ്റും ഹോൾഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. സെക്ഷൻ 31 പറയുന്നു നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ എ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 32 എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി. കമ്മിറ്റിയെ പിരിച്ചുവിടുന്നത്. കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ്. രജിസ്ട്രാർ ഈസ് എ സോൾ അതോറിറ്റി ടു സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. രജിസ്ട്രാർ ഈസ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. ദ പീരീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഈസ് നോർമലി 6 months. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി നോർമലി 6 മാസമാണ്. എന്നാൽ രജിസ്ട്രാർക്ക് 1 കൊല്ലം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതാണ് സെക്ഷൻ 33 പറയുന്നത്. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. ഒരു പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരുമ്പോൾ പഴയ കമ്മിറ്റി എല്ലാ ബുക്സ് ആൻഡ് റെക്കോർഡ്സുകളും പുതിയ കമ്മിറ്റിക്ക് കൈമാറ്റം ചെയ്യണം. അല്ലാത്ത പക്ഷം മജിസ്ട്രേറ്റിന് അത് പിടിച്ചെടുത്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ദ പ്രസിഡന്റ് ഓർ സെക്രട്ടറി മേ വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ അപ്ലൈ ടു ദ മജിസ്ട്രേറ്റ് വിത്തിൻ ഹൂസ് ജൂരിസ്ഡിക്ഷൻ ദ സൊസൈറ്റി ഫങ്ഷൻസ് ഫോർ സെക്യൂറിംഗ് ദ റെക്കോർഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സൊസൈറ്റി. സെക്ഷൻ 34 സെക്യൂറിംഗ് ദ പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓഫ് എ സൊസൈറ്റി ഓൺ സെർട്ടൻ അസറ്റ്സ്. ചില അസറ്റിൻ്റെ പുറത്ത് സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഈടാക്കാനുള്ള അധികാരം. ഫസ്റ്റ് ചാർജ് ഷാൾ ആപ്ലിക്കബിൾ ടു ഫോളോവിംഗ് അസറ്റ്സ് ഓഫ് എനി മെമ്പർ അപ്പോൺ ക്രോപ്സ് or other agricultural produce, cattle, fodder, agricultural or industrial implements, machinery, raw materials, etc. Section 35 First charge of a society on certain assets. Section 36 Charge on land owned or held by members borrowing loan from certain societies. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നിന്നൊക്കെ ഒരു പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കുമ്പം ആപ്ലിക്കേഷൻ്റെ കൂടെ ബോറോവർ ഒരു ഡിക്ലറേഷൻ കൂടി കൊടുക്കണം. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 36 പറയുന്നത്. സെക്ഷൻ 36A ഗഹാനെക്കുറിച്ച് പറയുന്നത്. ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ. അപ്പോൾ ഗഹാനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 36A. റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ 51A ആണ്. ഗഹാൻ എന്താണ്? ഗഹാൻ മീൻസ് എ സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ സൊസൈറ്റി ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് ആക്ടിവിറ്റി ബൈ എ മിയർ ഡിക്ലറേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ ബോറോവർ ഫോർ സെക്യൂറിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ. എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും ഗഹാൻ ബാധകമാണ്. ഗഹാൻ വന്ന വർഷം 1984. എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും ഗഹാൻ ആപ്ലിക്കബിൾ ആയത് 2004 മുതലാണ്. ഗഹാൻ എന്ത് തരം ലോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മോർഗേജ് ലോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗഹാൻ ഈസ് റിലേറ്റഡ് ടു മോർഗേജ് ലോൺ. ഗഹാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോം നമ്പർ പഠിച്ചിരിക്കണം. അത് ഫോം നമ്പർ 8A ആണ്. The form prescribed by KCS Act for the creation of Gahan is form number 8A.
സൊസൈറ്റി ഒരു ഗഹാൻ ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കും. അത് ഫോം നമ്പർ 8-ലാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 8B-ലാണ്. മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോം നമ്പർ 8C-ആണ്. ഗഹാനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 36A. സെക്ഷൻ 36A ഡീൽസ് വിത്ത് ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബൊറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ. ഇനി സെക്ഷൻ 37 ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സർട്ടൻ കേസസ്. സൊസൈറ്റിയുടെ ക്ലെയിം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻ, ഇതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 37-ലാണ്. സെക്ഷൻ 38 ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. Society shall have charge upon the following properties of a member for realizing his dues to the society. ഒരു മെമ്പർ സംഘത്തിലേക്ക് കൊടുക്കാനുള്ള തുക അയാളുടെ ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ്, ഡെപ്പോസിറ്റ് ഇതിൽ നിന്നും ഒക്കെ സംഘത്തിന് ഈടാക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 38 പറയുന്നത്. സെക്ഷൻ 39 ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. റിസർവ് ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം ജപ്തി ചെയ്യാൻ പാടില്ല. ദ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. റിസർവ് ഫണ്ട് ജപ്തി ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറയുന്ന സെക്ഷനാണ് 39. സെക്ഷൻ 40 എക്സംഷൻ ഫ്രം സെർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചില ടാക്സസ്, ഫീസ്, ഡ്യൂട്ടീസിലൊക്കെ എക്സംഷൻ ഉണ്ട്. Cooperative societies are exempted from payment of stamp duty, registration fees, etc. ഇതാണ് സെക്ഷൻ 40 പറയുന്നത്. സെക്ഷൻ 40 ഡീൽസ് വിത്ത് എക്സംഷൻ ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ചില ഡോക്യുമെൻസിൻ്റെ കമ്പൾസറി രജിസ്ട്രേഷനിൽ നിന്ന്, നിർബന്ധിത രജിസ്ട്രേഷനിൽ നിന്ന് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 41 പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 41, ദ ഫോളോവിംഗ് ആർ എക്സംപ്റ്റഡ് ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ആസ് പെർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. 1. ഷെയർസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ സൊസൈറ്റീസ്, എൻഡോഴ്സ്മെൻറ്റ് അപ്പോൺ ഓർ ട്രാൻസ്ഫർ ഓഫ് എനി ഡിബഞ്ചർ ഇഷ്യൂഡ്. ഇങ്ങനത്തെ ഡോക്യുമെൻസിനൊന്നും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കമ്പൾസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ സഹകരണ സംഘങ്ങൾക്ക് രജിസ്ട്രേഷൻ നിബന്ധനകളിൽ ഇളവ് ലഭിക്കുന്ന സെക്ഷനാണ് 41. സെക്ഷൻ 41 ഡീൽസ് വിത്ത് എക്സംഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കേരള ബാങ്ക് ക്ലർക്ക് എക്സാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഹെഡിങ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സഹകരണ സംഘങ്ങളിൽ ഗവൺമെൻറ്റിനുള്ള ഡയറക്റ്റ് പങ്കാളിത്തം. സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സംഘങ്ങളിലുള്ള ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 43-ലാണ്. സെക്ഷൻ 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 44. സെക്ഷൻ 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റികളാണ്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റികളാണ്. അപ്പം സെക്ഷൻ 44 പറയുന്നു പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. സെക്ഷൻ 47 ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർസ്. സെക്ഷൻ 48 റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു. സെക്ഷൻ 48 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. സെക്ഷൻ 49 ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. സെക്ഷൻ 51 ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിംഗ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 52 എഗ്രിമെൻറ്റ്സ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 53 അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്.
സെക്ഷൻ 54 പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർ റൈഡ് അതേഴ്സ് ലോസ്. ഇത്രയും സെക്ഷൻസ് 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് സോഴ്സസ് ഓഫ് ഫണ്ടിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് സെക്ഷൻ 55 ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 55-ലാണ്. No part of the funds other than the net profit of a society shall be distributed among its members by way of bonus or dividend. സെക്ഷൻ 55 പറയുന്നത് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 56. The net profit distribution of a cooperative society is made according to the provisions of bylaw. ബൈലോയിൽ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന്. 56(1)(a) പ്രകാരം നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ട് നോട്ട് ലെസ് ദാൻ 15% ടു റിസർവ് ഫണ്ട്. 15% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കണം. 56(1)(b) പറയുന്നു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% കൂടാത്ത എമൗണ്ട് നീക്കി വെക്കണം, നോട്ട് മോർ ദാൻ 5%. 56(1)(c) പറയുന്നത് 10% ടു മെമ്പർ റിലീഫ് ഫണ്ട്. മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് 10% നീക്കി വെക്കണം. അതിനുശേഷം 2023 അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്ത ഒരു സബ്സെക്ഷൻ ഉണ്ട് 56(1)(d) 5% ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% നീക്കി വെക്കണം. ഇങ്ങനെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 56. സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫണ്ട്സ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് സെക്ഷൻ 57-ലാണ്. എ സൊസൈറ്റി മേ ഇൻവെസ്റ്റ് ഓർ ഡെപ്പോസിറ്റ് ഇറ്റ്സ് ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് സേവിങ്സ് ബാങ്ക് in any of the securities specified in section 20 of the Indian Trust Act 1882, in the shares or securities of any other society approved by the registrar, in any bank approved by the registrar, or in any other prescribed manner. ഇങ്ങനെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് പറയുന്നത് സെക്ഷൻ 57-ലാണ്. സെക്ഷൻ 57 ഡീൽസ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. സെക്ഷൻ 57A ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്ഷൻ 57A പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ചാണ്. ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ സ്കീം. ഈ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. ഈ ബോർഡിൻ്റെ ചെയർമാൻ സഹകരണ മന്ത്രിയാണ്, സെക്രട്ടറി ജോയിൻ്റ് രജിസ്ട്രാർ. സെക്ഷൻ 57A പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്ഷൻ 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഇതാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം. സെക്ഷൻ 57B പറയുന്നത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ്. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റികൾ ഒരു നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സെക്ഷൻ 57B ഡീൽസ് വിത്ത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അടുത്തത് സെക്ഷൻ 57C ആണ് കൺസോഷ്യം ലെൻഡിങ് സ്കീം. ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോണ് കൊടുക്കുന്നു. ഇങ്ങനെ ലോണ് കൊടുക്കുന്നതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഗവൺമെൻറ് ആണ്. കൺസോഷ്യം ലെൻഡിങ് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 57C. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57Dയിലാണ്. അടുത്തത് പുതിയ അഡീഷനാണ്. 2023 ആക്ട് പ്രകാരം കൂട്ടിച്ചേർത്തതാണ് സെക്ഷൻ 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അമെൻമെൻറ്റ് ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 57E പറയുന്നു കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സെക്ഷൻ 58 റെസ്ട്രിക്ഷൻ ഓൺ ബോറോവിങ്സ്. സൊസൈറ്റികൾ ഫണ്ട് ബോറോ ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻ, ഇത് പറയുന്നത് സെക്ഷൻ 58-ലാണ്. എ സൊസൈറ്റി ഷാൽ റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ഓൺലി ടു സച്ച് എക്സ്റ്റെൻറ്റ് ആൻഡ് അണ്ടർ സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ്. അതായത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മാത്രമേ
സൊസൈറ്റികൾക്ക് ഫണ്ട് ബോറോ ചെയ്യാൻ കഴിയുകയുള്ളൂ. മാക്സിമം ബോറോവിങ് പവർ എന്ന് പറയുന്നത് 150 ടൈംസ് ആണ്. സെക്ഷൻ 58 പറയുന്നു റെസ്ട്രിക്ഷൻ ഓൺ ബോറോവിങ്സ്. സെക്ഷൻ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. സൊസൈറ്റി ലോണ് കൊടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ്. മെമ്പേഴ്സിന് മാത്രമേ ലോണ് കൊടുക്കാറുള്ളൂ. മറ്റു സൊസൈറ്റികൾക്ക് വേണമെങ്കിലും ലോണ് കൊടുക്കാം. അതിന് രജിസ്ട്രാറുടെ പെർമിഷൻ വേണം. ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 59 സെക്ഷൻ 59 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. സെക്ഷൻ 60 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. സെക്ഷൻ 60 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. സെക്ഷൻ 61 പ്രൊവിഡൻറ്റ് ഫണ്ട്. പി എഫിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 61. എ സൊസൈറ്റി ഷാൾ എസ്റ്റാബ്ലിഷ് എ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് its employees. In the case of contributory provident fund, an amount not less than 8.33% of the pay to be deducted from the salary of employees contribution. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് നോട്ട് ലെസ് ദാൻ 8.33% ആണ്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 61. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റി. 61 പ്രൊവിഡൻറ്റ് ഫണ്ട്, 62 ഗ്രാറ്റുവിറ്റി. All monthly paid employees on the permanent establishment shall be eligible for gratuity, provided that in no case shall the gratuity exceed 15 months salary. 15 മാസത്തെ സാലറിയിൽ കൂടരുത് ഗ്രാറ്റുവിറ്റി. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വന്ന വർഷം 1972. അടുത്തത് സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സെക്ഷൻ 63 പറയുന്നത് DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ചാണ്. DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അത് സെക്ഷൻ 63(1) പറയുന്നു ദ ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ DCA വിത്ത് ജൂരിസ്ഡിക്ഷൻ ഓവർ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. 63(2) DCAയുടെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 63 DCAനെ കുറിച്ച് പറയുന്നു. എന്നാൽ പവേഴ്സ് ഓഫ് DCAനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 64. സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA, ഓഡിറ്റ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 64 ഡീൽസ് വിത്ത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. The audit shall include an examination of overdue debts if any, the verification of cash balance and securities and valuation of the assets and liabilities of the society. The primary duty of a cooperative auditor is verification of cash balance. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ അത് ക്യാഷ് ബാലൻസിൻ്റെ വെരിഫിക്കേഷനാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 64 പറയുന്നത്. സെക്ഷൻ 64 deals with the scope of audit, powers of DCA and procedure for audit. അപ്പം 25 മുതൽ 64 വരെയുള്ള സെക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്